ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം സത്യസന്ധമായ കാര്യം പറയട്ടെ. നീ അതൊക്കെ പറഞ്ഞു തുടങ്ങിയോ? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അങ്ങോട്ട് പറയട്ടെ. സത്യം പറഞ്ഞു തുടങ്ങി. സത്യം സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. ഞാനിന്ന് ഭയങ്കര ടെൻഷനില്ല. ഇവരുള്ളൊരു കൊച്ചും കൂടെ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന. അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. എന്തായാലും കലക്കിടാ നീ. നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇത് ആനവൻ എനിക്ക് കുഴപ്പമില്ല. അതായത് വേറെ വിദ്യാഭ്യാസം ഒന്നും ഇല്ല, നമുക്കൊരു പ്രശ്നമില്ല. ഈ അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊരു കൈൻഡ് ഓഫ് ബുള്ളിങ് ആണ്. അല്ലല്ല, കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ? ധ്യാൻ ശ്രീനിവാസനെ ഇത്ര ഉയർത്തിയത് ആരാണെന്ന് അറിയോടാ? ഞാൻ കുറെ നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കുന്നു. നാളെ ഇവള് ചത്ത് കിടക്കുമ്പോ ഞാൻ എന്റെ കുടുംബത്തോടെ വരും. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഈ കിടക്കണ ആരാന്നറിയാമോ? അച്ഛൻ ഒരുപാട് വലിയ നിലയിൽ എത്തിച്ച ഈ തള്ളയാന്ന് പറയും. ഇവൻ നമ്മൾ നാളെടുത്തോണ കേട്ടാ. പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ട. എന്നെ ഈ നിലയിൽ എത്തിച്ചത് ഇവളാണെന്നാണ് ഇവൾ പറയണേ. അതെ, ഞാൻ ഇങ്ങനെ എല്ലാരെയും രക്ഷപ്പെടുത്തും. നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. ഇതിന്റെ ഇത്രേ ഞാൻ അപമാനിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലും കയറി ഭയങ്കര ചൂട്. മുകളിലും കയറി നിനക്ക് ഉത്തരം പറയാൻ തോന്നുന്നല്ലോ. അതും ഞാനൊരു തടലായിട്ട് എടുത്തിട്ടുണ്ട്. നീ ഒരു അമ്മയാണ്. ഐ ആം പ്രൗഡ് ഓഫ് യു. രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ചേട്ടന്റെ ഏതൊക്കെ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് മോൾക്ക് ഭയങ്കര സന്തോഷം തോന്നി? എന്ത് പറയുന്നു നിന്റെ അഭിപ്രായം? അല്ല, എന്റെ ഒരു അഭിപ്രായം നീ മരണമാസാണ്. വേറെ ലെവലടാ നീ. കേട്ട് പഠിക്കടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർഷങ്ങൾക്ക് ശേഷം. വർഷങ്ങൾക്ക് ശേഷം ഞാൻ സത്യത്തിന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ. ആവശ്യമില്ലാത്ത തേറി സത്യം പറയാൻ നീ ആരടാ? പിന്നെ എങ്ങനെയൊക്കെ ആക്കിയെടുത്തത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. കാരണം അറിയാം, നല്ല പൈസ വന്നു. കാശ് തട്ടാൻ വേണ്ടി തന്നെ നമ്മളെ തേടി വന്ന പോലുണ്ട്. കാശ് കുറച്ച് കൂടുതൽ വാങ്ങിച്ചാലെന്താ? ഞാൻ കൂടെ ഉള്ള തന്നെ എനിക്ക് നല്ലത്. ആ ഇന്റർവ്യൂന്ന് കിട്ടിയ പൈസക്കാണ് ഇവള് MG റോഡില് 5 സെന്റ് സ്ഥലം വാങ്ങിച്ചു. രണ്ടുപേര് നല്ല പൂത്ത കാശാണ്. ഇങ്ങനെ ചിരിച്ചിരിച്ചിങ്ങനെ അർത്ഥെടുക്കാം. 1 ഏക്കർ സ്ഥലവും സീമാട്ടിന്റെ അപ്പുറത്തുള്ള ഹോട്ടൽ പണിയാ. പണം എനിക്കൊരു പ്രശ്നമല്ല. ഭയങ്കരമായ ആള്. പടം പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുക. ധ്യാനം വെച്ചിട്ട് അങ്ങനെയൊക്കെ വഴിയില്ല. അതാരാ? ഓ, അങ്ങ് അപമാനം. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഇതെനിക്ക് ഇഷ്ടമായി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നമുക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഇല്ല. എനിക്കറിയാം നിനക്ക് ബുദ്ധിയില്ല. എനിക്കറിയാൻ തന്നെ ചോദിക്കുന്നത് എന്ത് സുഖം കിട്ടുന്നത്. പണ്ടനായ നിന്നോട് ഞാൻ ഇങ്ങനെയൊക്കെ ഡീൽ ചെയ്യുന്നത് നിനക്കറിയാം. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഈ ചോദിക്കുന്ന പല ഉത്തരങ്ങളും അവള് ചിരിച്ച് പുച്ഛിച്ച് തള്ളുകയാണ്. ഫേമസ് ആവാനുള്ള എന്റെ ശ്രമം വധശ്രമമായി. പുച്ഛിക്കണം, പുച്ഛിച്ച് തള്ളു. ഇതിനൊക്കെ ആൻസർ. എന്താ ഷൈട്ട് പറഞ്ഞ? ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷ് ഒന്നും എനിക്ക് വഴങ്ങില്ല. അവളുടെ ഈ ചിരിച്ചിരിക്കുന്ന കണ്ണിന് മുന്നിൽ മണി ഡോളർ. കാശിനോടുള്ള ആർത്തിയും അവളുടെ കണ്ണിന്റെ ഉള്ളിൽ കാണാമോ? ഇങ്ങോട്ടൊന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഇത് നമ്മളെ വിറ്റ് എങ്ങനെയൊക്കെ കാശുണ്ടാക്കണം, കള്ളച്ചിരി, നമ്മളെ പറ്റിക്കുക. ഇജാതിയൊക്കെ സ്വപ്നങ്ങളുടെ മാത്രം. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ കയ്യിന്ന് 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അങ്ങനെ മറ്റുള്ളവരുടെ വിഷമവും വേദനയും വിറ്റ് കാശാക്കരുത്. എതുക്കിടാ ഇങ്ങ വന്ന ഏണ്ടാ എന്നെ ടെൻഷൻ പண்ற? എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അവളെ ശരീരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഭയങ്കര ഫിറ്റാണെന്ന്. ചിലപ്പോ അടുത്ത ആഴ്ചയൊക്കെ ചിലപ്പോ തട്ടിപ്പോവും. അവക്ക് മനസ്സ് തുറന്ന് ഈ ഇന്റർവ്യൂവിൽ അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം യു ആർ സോ ടോക്സിക് വിമാനാണ്. നമ്മൾ തമ്മിൽ പല പല രഹസ്യങ്ങളും കൈമാറിയിട്ടുണ്ട്. അതൊക്കെ ഈ വർക്കേഴ്സിന്റെ മുമ്പിൽ വിളമ്പി എന്റെ റെസ്പെക്ട് കളയരുത്. എന്നോടും കൂടെ കുറച്ചെന്തെങ്കിലും പറയോ പ്ലീസ്? അല്ലല്ല, അപ്പൊ നാളെ നീ വളർന്ന് വരുമ്പോഴും അയ്യേ പറ്റിച്ചേ. വിളിക്കും, ശല്യം ചെയ്യും. ഇവരൊക്കെ നമ്മളില്ലേ വളരെ ഗ്രേസ്ഫുള്ളി അവോയ്ഡ് ചെയ്ത് കളി. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ ആലോചിക്കുന്നത് ഇത് എന്റെ ചാനലിൽ കൂടെ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യാനുള്ളതാണല്ലോ. ദൈവമേ, ഇതൊരു നടത്തു പോണ മാതിരില്ല. ഞാൻ പിന്നെ തിരിച്ചു വരുന്നോക്കിയോ. എല്ലാവരും ഞാൻ വെച്ചിട്ടുണ്ടോ?